ഹലോ നമസ്കാരം. ദൂരെ ഇരിക്കുന്ന അമ്മ നാട്ടിലുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഒരു കേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മോൾക്ക് ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. ഫില്ലിംഗ് ആയിട്ട് പിസ്താഷ്യോ വേണം, പിന്നെ ടോപ്പിംഗ് ആയിട്ട് കുറേ ചോക്ലേറ്റ്സ് വേണം, പിന്നെ അവൾക്ക് കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഇഷ്ടമായതുകൊണ്ട് ഡെക്കറേഷന് അതും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ അഞ്ജുവിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ചെയ്തിരിക്കുന്നത്. അഞ്ജു ഓസ്ട്രേലിയയിലാണ്. മോള് ഞാൻ ഗസ് ചെയ്യുന്നത് പേരൻസിൻ്റെ കൂടെ നമ്മുടെ എയർപോർട്ടിനടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. പല സാഹചര്യങ്ങൾ കൊണ്ട് അമ്മമാരെ പിരിഞ്ഞ് കുഞ്ഞുങ്ങൾ കഴിയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം കേട്ടോ അത്. നമ്മുടെ പേരൻസ് നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ കുട്ടികളെ നോക്കും, എന്നാലും അവർ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എന്തുമാത്രം പെയിനാണെന്നുള്ളത്. പണ്ട് വളരെ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയെ പിരിഞ്ഞിരുന്നിട്ടുണ്ട് ഞാനും. അമ്മ എൻ്റെ സിസ്റ്ററിനെ കൺസീവ് ചെയ്തിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഓഫീസിൽ പോകണമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യണത് ബുദ്ധിമുട്ടായിട്ട് ഓഫീസിനടുത്തുള്ളൊരു ഹോസ്റ്റലിലാണ് അമ്മ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നെയും ബ്രദറിനെയും അച്ഛൻ്റെ വീട്ടിൽ നിർത്തിയിട്ടാണ് അമ്മ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാ വീക്കെൻഡ്സും അമ്മ വരും. അവിടെ വീട്ടിലാണെങ്കിൽ നിറയെ ആൾക്കാരുണ്ട്. അച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണല്ലോ എന്നൊക്കെയാണ് അമ്മ വിചാരിച്ചിട്ടുണ്ടാവുക. സേഫായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ഇല്ലാത്ത കുറവ് ശരിക്കും അറിയാനുണ്ടായിരുന്നു. അന്നത് പറയാനൊന്നും അറിയില്ല, പക്ഷേ എന്തോ ഒരു ചെറിയ വിഷമം എപ്പോഴും എനിക്കുണ്ടായിരുന്നു. വീക്കെൻഡിൽ ഈവനിങ് ആകുമ്പോൾ അമ്മ എത്തുമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കണതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ചിലപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നിട്ടുണ്ടാവില്ല, അവിടെ നമ്മുടെ ഭക്ഷണം അടച്ചു വെച്ചിട്ടുണ്ടാവും, അത് തുറന്നിട്ട് അത് ഒറ്റയ്ക്ക് കഴിക്കുക. ഇതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ എനിക്ക് അമ്മയെ മിസ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അച്ഛമ്മ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. കാരണം അമ്മമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് അവർക്ക് നമ്മുടെ ലൈഫിൽ തരാൻ പറ്റുന്നൊരു വോംത്ത് അത് വേറെ ആർക്കും തരാൻ പറ്റില്ല എന്ന് തന്നെ എനിക്ക് തോന്നണേ. അച്ഛമ്മ അതിന് വളരെ നേരത്തെ പോയി. അച്ഛന് 12 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛമ്മ പോയി. അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയനെ പ്രസവിക്കുന്നതോട് കൂട്ടാട്ടോ അച്ഛമ്മ മരിക്കുന്നത്. വേറെയും കുട്ടികളുണ്ടായിരുന്നെങ്കിലും അച്ഛനായിരുന്നു അച്ഛമ്മയുടെ കൂടെ എന്നും രാത്രി കിടക്കുക. അങ്ങനെ ഒരു കുട്ടിക്ക് അമ്മയോട് എന്തുമാത്രം അറ്റാച്ച്മെൻറ്റ് ഉണ്ടായി കാണും അല്ലേ. മരിക്കണതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും രാത്രി അച്ഛമ്മയുടെ കൂടെ അച്ഛനുണ്ടായിരുന്നു അത്രേ. അന്നത്തെ കാലത്ത് അടുപ്പിച്ചുള്ള പ്രസവമൊക്കെ സ്ത്രീകളെ വല്ലാണ്ട് വീക്കാക്കി കാണുമല്ലോ. ലേബർ പെയിനൊക്കെ വന്നപ്പോഴായിരിക്കും അച്ഛമ്മയ്ക്ക് തോന്നി കാണുക ഇനി ചിലപ്പോൾ രക്ഷപ്പെടില്ല എന്നുള്ളത്. അന്ന് രാത്രി കുറേ കാര്യങ്ങൾ അച്ഛമ്മ അച്ഛനോട് പറഞ്ഞത്രേ. എന്തൊക്കെ ചെയ്യണം, സഹോദരങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞത്രേ ഇനി മോൻ ഇവിടുന്ന് മേലത്തെ റൂമിൽ പോയി കിടന്നോളൂ എന്ന്. അങ്ങനെ അച്ഛൻ പോയിട്ട് കുറേ മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒച്ചയൊക്കെ കേട്ട് നോക്കുമ്പോൾ താഴെ അച്ഛമ്മ പോയിട്ടുണ്ട്, ഒരു കുഞ്ഞ് അനിയനെയും തന്നുകൊണ്ട്. ഇത് ഒരു 10 വർഷം മുമ്പാണ് അച്ഛൻ എന്നോട് പറയണത്. അപ്പോൾ അച്ഛൻ കരയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇത്രയും വളർന്നിട്ടും അമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞ് അച്ഛൻ്റെ ഉള്ളിൽ എന്നും ഉണ്ട് എന്നുള്ളതാണ്.